ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടെറസിലെ പച്ചക്കറി നട്ടതൊക്കെ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. തക്കാളിയും വഴുതനങ്ങയും അതുപോലെ തന്നെ മുളക്, മത്തൻ, ചിരങ്ങ ഇതെല്ലാം നല്ല ഉഷാറോട് കൂടിയിട്ടാട്ടോ വളർന്നു വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ പുകയില കഷായത്തിൻ്റെ ഒരു സ്പ്രേ ആട്ടോ. അതായത് നമ്മളെ പയറിനൊക്കെ ചാഴി പോലുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുകയില കഷായത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബോട്ടിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെടിയുടെ ഇപ്പോൾ ഏത് പച്ചക്കറി തൈയാണോ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. ഇലയിലായാലും കമ്പായാലും എല്ലായിടത്തും തണ്ടിലൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത്, ചിലപ്പോൾ ഈ ഇലയൊക്കെ ചുരുണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യണം. എന്നാലേ അത് അതിലുള്ള പുഴുക്കളായാലും എന്തായാലും ഒക്കെ പോവുള്ളൂ കേട്ടോ. അത് പയറിൽ ചാഴി ഉണ്ടാവുക, വഴുതന അതുപോലെ തന്നെ തക്കാളിയിലൊക്കെ പുഴുക്കളാണ് ഉണ്ടാവുക, അങ്ങനെ തോന്നുന്നു കേട്ടോ. ഞാൻ കേട്ട അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുക. വെണ്ടയ്ക്കും അതുപോലെ തന്നെ പുഴുക്കളൊക്കെയാണ് തോന്നുന്നു. ചെറിയ ഈച്ച പോലത്തുള്ള പ്രാണികളും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വഴുതനങ്ങയുടെ തളിര് ഉണ്ടായി വരില്ല. അപ്പോൾ അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വഴുതനങ്ങ തൈ കണ്ടോ, അതിൽ കുറേ ചില്ലകളായിട്ട് വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ വരും. അപ്പം ഞാൻ തക്കാളിയിലും വഴുതനങ്ങിലും അങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ തളിര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചില്ലകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അപ്പോൾ വല്ലാണ്ട് ഹൈറ്റ് ഇല്ലാണ്ട് നമുക്കതിൽ കായകളൊക്കെ നന്നായിട്ട് ഉണ്ടാവും. നമ്മളെ പയർ അത്യാവശ്യം പടർന്ന് കണ്ടോ, കയർ കെട്ടി കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് പടർന്നിട്ടുണ്ട്. അപ്പം അതിലാണ് ചാഴി വന്നിട്ടുള്ളത് കേട്ടോ. കറുത്ത കളറിൽ കണ്ടോ, ഉറുമ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഇനി ഇത് പന്തലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വരും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ ഇപ്പോൾ കണ്ടോ ചായ് വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറേ കഴിഞ്ഞ ഇലകൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും. അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ടിപ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലുമായിട്ട് കാണാം. ഓക്കെ, ബായ്.